അപ്പോൾ ഞാനും എൻ്റെ ഡുണ്ടുമോളും കൂടി ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ വണ്ടിയിൽ തന്നെ കിടന്ന് പോകാനാണ് പ്ലാൻ. കാരണം ഇവള് കൂടെയുള്ള കാരണം നമുക്ക് റൂമൊക്കെ എടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സമയം എത്രയായിട്ടുണ്ട്? 4 മണിയായിട്ടുണ്ട്. കാണാൻ കിട്ടുന്നില്ല. 4 മണിയായിട്ടുണ്ട് സമയം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഡുണ്ടുമോള് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇന്ന് വഴി കൂടെ പോകുന്ന പട്ടികളെയൊക്കെ വാങ്ങി നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഈ സമയത്ത് വണ്ടിയിൽ കയറിയിരിക്കുന്ന മെയിനായിട്ടും വഴി കൂടെ പോകുന്ന പട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഡുണ്ടുമോള് അങ്ങനെ കുതിരാന് തുരങ്കത്തിലൂടെ കയറി പോകാൻ പോവാ. ഡുണ്ടുമോൾ ആദ്യമായിട്ട് കാണുക തുരങ്കം. ഡുണ്ടുമോള് അത്രയല്ല, ഞാനും ആദ്യമായിട്ട് കാണുക. ഞങ്ങൾ തുരങ്കത്തിലൂടെ കയറി ഇന്ന് തകർക്കുമെന്ന്. ഓടാണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ അതാണ് കുതിരാന്. നമ്മളിത് പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് വരും. സെറ്റപ്പ് സെറ്റപ്പ്. ചെറുതാണോ ആ കാണുന്ന? അറ്റാണോ ആ വെട്ടം കാണുന്നേ? അപ്പൊ ചെറുതാ. ഇതിൽ വലിയ നിറവ് ഞങ്ങൾ കാണും. സ്റ്റേ കേട്ടോ, സ്റ്റേ ആണ്. സ്റ്റേ നമ്മള് വണ്ടിക്കകമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഡൊക്കെ ഇട്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ നോക്കി ബെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സംഭവം ഇവിടെ സെറ്റ് ചെയ്തു. കാണുന്നുണ്ടോ? പിന്നെന്താണ്? പിന്നെ ഇത് ഡുണ്ടുവിന്റെ ടോയ് സാധനങ്ങളൊക്കെ. ഇത് നമ്മുടെ ലഗേജ് ആണ്. ഞങ്ങളുടെ തുണി കാര്യങ്ങള്, ഇതെന്റെ ഉക്കിലെ, പിന്നെ എന്തുട്ടാണ് ഷൂസ്, നമ്മുടെ ഷൂസ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു സാധനം കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് പൊക്കി കാണിച്ചു തന്നത്. ഇതൊരു സർപ്രൈസ് സാധനമാണ്. ഇത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നത് എന്തുവാന്നുള്ളത്. പിന്നെ എന്റെ ബാഗ്. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം ഞങ്ങളുടെ ഡുണ്ടുവിന്റെ ആണ്. ഡുണ്ടുവിന്റെ പാത്രം, ഒരു ചെറിയൊരു കണ്ടെയ്നർ എന്ന് പറയുക, ഫുഡ്, പിന്നെ ഒരു മാസ്ക്. ഇത് എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടിടാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യമില്ല. ഇത് ഡുണ്ടുവിന്റെ മെഡിസിൻസ് ആണ്. നമ്മൾ എമർജൻസി മെഡിസിൻസ് എപ്പോഴും ആവശ്യമുള്ളതൊക്കെ കൊണ്ടു കിടക്കും. അലർജിക്ക് വേണ്ടതും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പനിയോ ടെമ്പറേച്ചറോ വരുമ്പോഴോ, അല്ലെങ്കിൽ ഗ്യാസിനുള്ളതോ, അങ്ങനെയുള്ള എൻ്റെ ഡുണ്ടുമോളുടെ മെഡിസിൻസ് ആണ് ഇത് ഫുള്ള്. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇൻഹേലർ, അത്രേ ഉള്ളൂ. അത്ര സാധനങ്ങൾ. ഇതൊക്കെ ഡുണ്ടുവിന്റെ മെഡിസിൻസ് ആണ്. നമ്മൾ അത്യാവശ്യം ലോങ് പോകുന്നതല്ലേ. അപ്പം എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. നമുക്ക് വെറ്റിനറി ഹോസ്പിറ്റലൊന്നും ചിലപ്പോൾ എമർജൻസി ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത്ര സാധനങ്ങളാണ്. അപ്പൊ നമ്മളിവിടെ നിർത്തിയൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നൊരു നേരത്തേക്കുള്ള ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങള്. അപ്പൊ വണ്ടിക്കകത്ത് ഇത്ര സെറ്റപ്പ് ഒക്കെയാണ് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. നൈറ്റ് ആകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ കുറച്ച് സാധനങ്ങൾ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇവിടെ കിടക്കാന്നുള്ളതാണ്. അല്ലെ ഡുണ്ടുവിന് കിടക്കാനകത്ത് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്. ഇങ്ങോട്ട് കാണിച്ചേ. അവൾക്ക് കിടക്കാനും എനിക്ക് കിടക്കാനും ഇതിനകത്ത് ഇഷ്ടം പോലെ സ്ഥലം ആവശ്യത്തിനുണ്ട്. പിന്നെ ഡുണ്ടുവിന്റെ ടോയ് ഉണ്ട്. വേറൊരു ടോയും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് തകർക്കണ്ടെന്ന് വെച്ചത് മാത്രമേ തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളൂ. മിനിമോളെ ഇറങ്ങിയാലോ? ഞങ്ങളപ്പോ വഴിയിലൊരു നല്ല സ്ഥലം കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹൈവേയിൽ നല്ല തിരക്ക്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാന്ന് വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഷിഞ്ച തെണ്ടി പറക്കി നടക്കല്ലേ ഷിഞ്ച. തേങ്ങയൊന്നും വീടായിരുന്നാ മതിയായിരുന്നു. അപ്പൊ നമ്മൾ ചേച്ചി ഇവിടെ കാണാം പറക്കല്ലയിൽ സെറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കാം. പോരടാ, ഇവിടെ ഒന്നും കഴിക്കാം. നല്ല തണലുണ്ട് ഇവിടെ. ഒരു ചേച്ചി വരുന്നുണ്ട്, പാടത്ത് കൃഷിപ്പണിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചേച്ചി വരുന്നുണ്ട്. അപ്പൊ ചേച്ചി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നമുക്ക് കഴിക്കാം. ഇതേ നോക്കിയാ അവിടെ പാടത്ത് പണി നടക്കുക. അത് വീടുണ്ട്. ഇത് വീട്ടിലോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. അങ്ങോട്ട് കാണിച്ചേ. പോകുന്ന വീട്ടിലോട്ടുള്ള വഴി. പിന്നെ രണ്ട് സൈഡിന് കൃഷി. ഡുണ്ടുവിന് ഫുഡ് എടുത്ത് കൊടുക്കാം. ഡുണ്ടുവിന് ഫുഡ് തരട്ടെ? ഡുണ്ടു ജോളെ കഴിക്കില്ല കേട്ടോ. അവള് മിക്കവാറും കഴിക്കാൻ സാധ്യത കുറവ് ഭയങ്കര. കാരണം എന്നറിയോ ജോളെ, ഇതേ വെറൈറ്റി ഫുഡ് നമുക്ക് ഷോയ്ക്ക് പോയപ്പോ കിട്ടിയ ഫുഡ് ആകണ്ട. സെൻസിറ്റീവ് അഡൽട്ട്. നല്ല സൂപ്പർ മണം ഉണ്ടല്ലോ. കഴിക്ക. ഇവിടെ വെച്ചേക്കാനോ? പുള്ളിയിടണോ? അവള് കഴിക്കും തോന്നില്ല. ഇത് കണ്ടോണ്ടിരിക്കുക. പാടത്ത് അവര് പണിയെടുക്കുന്ന കണ്ടോണ്ടിരിക്കുക. ഇവിടെ ഇത് വാങ്ങിച്ചിട്ട് തുപ്പിക്കളയിപ്പോ. അതുകൊണ്ട് അത് തിന്നു. നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി, വെള്ളമൊക്കെ കുടിച്ചു, കൈയൊക്കെ കഴുകി റെഡിയായി. അവള് കഴിച്ചില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് കൊടുത്ത് നോക്കാന്ന് വിചാരിച്ചു. ആ യാത്രയുടെ ഇരിക്കായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറി ബാക്കി പോകാനുള്ള പരിപാടികളൊക്കെ നോക്കാന്ന് കരുതി. ഞങ്ങള് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞ് വണ്ടിയിൽ തിരിച്ചു കയറാൻ വേണ്ടി വരികയാണ്. ഡുണ്ടു കഴിച്ചിട്ടില്ല. ഇനി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്ത്. അയ്യോ, കാല് തുടച്ചില്ലായിരുന്നു. കാലൊന്നും തുടച്ചില്ല. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണം. അതിനകത്തിരിക്കുന്നു. ക്യാരറ്റ് വേണമെന്ന് നോക്കി. ക്യാരറ്റ് ഒരു ടോയ് വീട്ടിലെക്കാട്ടി കഷ്ടമായിട്ടുണ്ട് ഞങ്ങളുടെ.
ബെഡിനകം. ഡുണ്ടുമോൾ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരിക്കണം, ഞാൻ ഇവിടെ നിന്ന് തൂത്താനെ. കൂടെ ഇവൾക്കാണ് ഷെഡിങ്ങിന്റെ ടൈമാ, അത് കാരണം നന്നായിട്ട് കൂടെ പൊഴിയുന്നുണ്ട് ഇപ്പൊ. ഡുണ്ടുമോൾ ഇവിടെ ഇരുന്നേ, ബാക്കി തൂക്കട്ടെ മച്ചി. ഇവിടെ ഇരുന്നേ, അവിടെ ഇവിടെ ഞാൻ തൂക്കട്ടെ. ഇതാ പാലക്കാട്. പാലക്കാട് കണ്ടില്ലയോ? കണ്ടോ? ഇനി പോയി കിടന്ന് ഉറങ്ങും. രാവിലെ മുതൽ കുത്തി കണ്ണും വീച്ച് നാക്കുമണിയായിട്ടിരിക്കല്ലേ. അപ്പൊ ഉറങ്ങിക്കും. ചില പോയി ഇറങ്ങിക്കും. സ്ലീപ്പ് പോ, ചെല സ്ലീപ്പ്. പോയി കിടന്ന് ഉറങ്ങിക്കേ. അവിടെ നില്ലോടെ പോയി പോയി കിടന്നു. അപ്പൊ ഞങ്ങളുടെ ഡുണ്ടുമോള് ആദ്യമായിട്ട് കേരളം വിടുകയാണ്. ഞങ്ങളുടെ ഡുണ്ടുമോള് അങ്ങനെ ആദ്യമായിട്ട് കേരളം വിട്ട് പുറത്തോട്ടുള്ള ഹൈ ട്രിപ്പ് കൊഞ്ചൊരു മതിയായി തോന്നുന്നു. ഇല്ല, ചെക്ക് പോസ്റ്റ് എന്നാ ഞാൻ ഇപ്പഴറിഞ്ഞ കേരളം വിട്ടു എന്ന് പറയാം. ആഹാ വിട്ടോ, ഒന്നുകൂടെ കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കേരളം നോക്കാൻ പറ്റില്ല. ഡ്രസ് ട്രിപ്പാ. ആമ്പൂർ. അപ്പൊ ഇത് ആമ്പൂർ ബിരിയാണി ആണോ? ഇത് ആമ്പൂർ ബിരിയാണി എന്ന് പറയുന്നതാണ് ഇത്. അതായത് ഇങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് കുഴച്ച് കണ്ടോ, വേറൊരു കളറാണ്. ഈ ഒരു കളറിൽ ഇരിക്കുന്നത് ഇത്. അതിന്റെ കൂടെ ഒരു പീസ് ഉണ്ടാവും. ലെഗ് പീസ് തന്നെ ഒന്നും എല്ലാവർക്കും ലെഗ് പീസ്, പിന്നെ മുട്ട, പിന്നെ ഒരു സാലഡ്, ഇത്ര സാധനങ്ങൾ. പിന്നെ ഒരു വാഴയിലാണ് കേട്ടോ. ഇവിടെ എല്ലാ ഫുഡും വാഴയില കൊടുക്കുന്നത്. നല്ല ഡ്രസ്സുള്ള അത് കാണാൻ. പിന്നെ ഇതിന് ഗ്രേവിയും ഇതിന്റെ പേര് കുളമ്പ് അല്ലേ? കുളമ്പ് അത്ര ഇഷ്ടമുള്ളതൊന്നും ഞാൻ എടുത്തില്ല. കുളമ്പ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇതാണ് അപ്പോൾ അമ്പൂർ ബിരിയാണി അല്ലേ? ഞാൻ ആദ്യമായിട്ട് കഴിക്കണം, ഫസ്റ്റ് ടൈമാണ്. അമ്പൂർ ബിരിയാണി തട്ടിയിട്ട് ഞാനൊരു ഉറക്കമൊക്കെ ഉറങ്ങി. എനിക്ക് അത്ര ഇഷ്ടമായൊന്നുമില്ല ബിരിയാണി. ഡുണ്ടുമോളും ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ ആ തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ മാട്ടുപൊങ്കലിന്റെ ആഘോഷമായിട്ടുള്ള കുറെ മാർക്കറ്റിൽ കുറെ കളർഫുൾ ആയിട്ടുള്ള വസ്തുക്കൾ, അപ്പൊ അതൊന്നും കൊമ്പില് കെട്ടുന്നതാണ്. കെട്ടുന്ന സാധനങ്ങളാണ് നല്ല ഭംഗിയാണ്. ഗുണ്ടുവിനായിട്ട് ചേർന്നിട്ടാലോ? നമ്മൾ വാങ്ങിയതല്ല ഇത് കോഴിക്ക്. ഇത് കോഴിക്ക് വേണ്ടിട്ട് വാങ്ങിക്കുന്നതാണ്. സേവനം നല്ല ഭംഗിയുണ്ടാണ്. ഈ കളർഫുൾ ആയിട്ട് കിടക്കുന്നത്. ഇത്ര സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഈ കയറ് ശരിക്കും ഈ പോത്തെ മാടിയിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നല്ല നമുക്ക് ഡോക്സ് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ നേരത്തെ വാങ്ങിച്ചു ഉപയോഗിക്കും. ഈ സാധനം നമ്മളെ പിന്നെ ഭയങ്കര ഫ്രഷാണ്. ഇതൊരു മാർക്കറ്റ് പോലെ. അപ്പോൾ ചെന്നിട്ട് എടുക്കണം. ഉൾവഴികളിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആട്ടുംകൂട്ടത്തൊക്കെ കണ്ടു. ഇവൾ ആടിനെ ആദ്യമായിട്ട് കാണും. അപ്പൊ ആദ്യമായിട്ടായ കാരണം ഞാനിങ്ങനെ പേര് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവളതിങ്ങനെ മനസ്സിലാക്കി വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ആ കുരങ്ങിനെ കണ്ടു. അവർക്ക് കുരങ്ങിനെയും കാണിച്ച് പറഞ്ഞ് പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വരുന്നത് ഈ റോഡ് വഴിയായിരുന്നു. അപ്പൊ അവിടെ നമുക്കൊരു ഡാം ഉണ്ടായിരുന്നു, ഒരു വലുത്. അതൊന്ന് കണ്ടിട്ട് പോകുന്നത്. ഇത് എന്തിട്ടാണ്? ഭവാനി സാഗർ ഡാം അല്ലേ? ഇതേതാ സ്ഥലം? സ്ഥലപ്പേരല്ല, ഡാമിന്റെ പേര് ഇത് ഭവാനി സാഗർ ഡാം എന്നാണ്. സ്ഥലം എവിടെയാ വരുന്നേ? ഭവാനി എന്ന സ്ഥലത്തിന്റെ പേരല്ലേ? എനിക്ക് അങ്ങോട്ട് നോക്കാൻ പേടിയാണ്. കുറച്ച് ശുഞ്ഞനെ കൊണ്ട് കൊടുത്തു. കാരണം ഡ്രൈ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല. ഇവിടെ തുപ്പി കളയാ. നോർമലി ട്രിപ്പ് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫുഡ് നമ്മൾ പോകുന്ന ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. സ്പൈസി ആണെങ്കിലും എപ്പോഴൊന്നും ഇല്ലാത്ത കാരണം ഇടയ്ക്ക് കൊടുക്കും. കഴിച്ചോ? കഴിക്കാൻ ഭയങ്കര മടിയാ ട്രിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡുണ്ടുവിന്. അങ്ങനെ ഞങ്ങള് തമിഴ്നാടും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മള് അടുത്ത പന്നി പന്നി കുരങ്ങുകളുടെയും മാടുകളുടെയും സമയം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിത് ആ കർണാടക ബോർഡറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഷിൻജു ഒക്കെ എടുത്തത്. പക്ഷെ അയാൾ നമ്മളെ പിടിച്ചെടുത്തു. വീഡിയോ എടുത്ത് പോയിരുന്നു പറഞ്ഞു. സത്യമംഗലം ടൈഗർ റിസർവ് എൻട്രി ഫീ റെസിപ്റ്റ്. അപ്പൊ ഇതാണ് സത്യമംഗലം ഫോറസ്റ്റ് അല്ലേ? ഭംഗിയൊക്കെ ഉണ്ട്. താഴെ വന്നിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ബ്രേക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ ഷിൻജു മൂക്ക് പിടിച്ചവിടെ കിടക്കുന്നു. ഞാൻ ഇവിടെ വന്നേരായിരിക്കും അത്. ഞാൻ ഇത്ര നേരം ബാക്കിലിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എണീറ്റ് ഫ്രണ്ടിലോട്ട് വന്നിരുന്നത് ഇഷ്ടപ്പെടാത്തോണ്ടുള്ള ഇതാണ് ഈ കാണിക്കുന്നത്. മുള്ളമ്പന്നി അല്ല, മുള്ളമ്പന്നി ഉണ്ടോ ഇവിടെ? പൊടിഞ്ഞത് എടുക്കല്ല, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ. മുള്ളമ്പന്നിയുടെ ഫുള്ളാണോ അല്ല മുളയുടെ ഫുള്ളാണോ?
ആന ഉണ്ട്, ആന കേട്ടോ. എനിക്ക് പേടിയാണ്, എന്റെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. പാവം ആനയൊന്നും, പാവം ആന. എന്റെ ഷെഞ്ച നോക്കുന്ന ആന. ഒരു കൂട്ടം ആനയോ? ഞാൻ കണ്ടില്ല, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. വീണ്ടും ആന വന്നിരിക്കുകയാണ്. സൂം ചെയ്യാൻ എനിക്ക് നിർത്താൻ പാടില്ല. കാണിച്ചു കൊടുത്തേ കുഞ്ഞിനെ. ഞങ്ങളങ്ങനെ 2-3 വട്ടമായിട്ട് കാട്ടാനെ കണ്ടു. അപ്പം തുണ്ടുമുൾക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു. മണമൊക്കെ കിട്ടുന്നുണ്ടാവും. അവള് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്തോ സാധനമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുത്ത് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയി. പാടിപ്പയ്യുകൾ മെയ്യും കാണാ തീരത്തൊന്നുമല്ല ആന, വീണ്ടും ആന. അപ്പൊ നമ്മളിത് വീണ്ടും ആനയെ കണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ആന, അത് കൊമ്പുള്ള ആന കേട്ടോ, നിർത്തണ്ടാന്ന് തോന്നുന്നു. ഇത് ഇവര് പേടിച്ച് നിൽക്കുക. ആദ്യം ആന കണ്ടപ്പോ സുഞ്ചി അതോടെ ഇരുന്നോട്ടെ. ആദ്യം ആനയെ കണ്ടപ്പോ ഞാൻ പേടിച്ച് എന്റെ കിളി പോയി. അത് ഞാൻ പോകുന്ന വഴിക്ക് എടുത്തോണ്ട് എന്റെ കിളി പോയായിരുന്നു. അവന്റെ വാല് നോക്കിയിട്ട് പറയടാ, അവൻ ദേഷ്യപ്പെട്ടിരിക്കണോ? അവൻ ആട്ടിയായിട്ട് നിൽക്കുന്ന കാരണം കുത്തത്തില്ലെന്നാണ് ഇവൻ പറയുന്നത്. എനിക്കറിയത്തില്ല. കുത്തി നീ പഠിച്ചോ, ഞാൻ കാണിച്ചത്. ഇവിടുത്തെ ആനകളൊക്കെ കുഞ്ഞതാണല്ലോ. ഐ ചെറിയ കൊമ്പ്. ആന സത്യമംഗലം കാടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കർണാടകയുടെ കുറച്ച് ഉള്ളിലുള്ള ഏരിയകളിലേക്ക് കയറിയപ്പോഴത്തേക്ക് നല്ല ഈവനിങ് ആയിട്ട്. അപ്പൊ നമ്മൾ രണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് അവിടെ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ ഇതില് പേപ്പറിലൊക്കെയാണ് നമുക്ക് ബജി വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അവര് വാഴയില മരുന്നുണ്ട്. അപ്പൊ പേപ്പറായി. ഇനി അങ്ങോട്ട് ഉണ്ടോന്ന് അറിയില്ല. അവളെന്താ അങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിലായി. എല്ലാവരുടെ അടുത്ത് പോയി ചോദിച്ചു. അങ്ങനെ നമ്മളൊരു 8-9 മണിയോടുകൂടി എവിടെയെങ്കിലും ചുരുളാന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച ശേഷം പെട്രോൾ പമ്പിലാണ് സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. ട്രാവൽ ചെയ്യുന്നവരൊക്കെ പമ്പുകളിലാണ് ഇറങ്ങി പോകാറുള്ളത്. അപ്പം നമ്മൾ അതുകൊണ്ട് പമ്പുകളിൽ സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ വലിയ കുഴപ്പമില്ല, സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇന്നപ്പോൾ കുറേ ദൂരം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് കാരണം ലേറ്റിന് കുറച്ച് അധികം നേരം പകൽ കിടന്നുറങ്ങിയാണ് ഞാനും അവളും എണീറ്റത്. എനിക്ക് ക്ഷീണം, അവൾക്ക് എന്നെക്കാട്ടി ക്ഷീണമായിരുന്നു തോന്നുന്നു അവളെ കണ്ടിട്ട്. ആദ്യത്തെ ദിവസം നമ്മളൊരു 600 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പായിരുന്നു ഇവിടെ. ബാംഗ്ലൂർ തണുപ്പാന്നറിയാം, പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പമ്പിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ രാവിലെ ഇറക്കി അവളെ ഒന്ന് മൂത്രമൊക്കെ ഒഴിപ്പിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കൂടെ ഷെയർ ചെയ്യാം.